എല്ലാവർക്കും മഴതോരും മുൻപേ സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീന ആഗ്രഹിച്ചതുപോലെ എല്ലാ സഹോദരങ്ങളും അവളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ആ വീട്ടിൽ വൈജയന്തി ഒഴിച്ച് ബാക്കി എല്ലാവരും അലീനയെ സ്നേഹിക്കാൻ തുടങ്ങാണ്. സ്വന്തം ചേച്ചിയായിട്ടാണ് അവരവളെ സ്നേഹിക്കുന്നത്. ഇതൊന്നും സഹിക്കാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, മറ്റാരുമല്ല വൈജയന്തി. ബാലചന്ദ്രനോടും അലീനയോടും ശത്രുത പ്രഖ്യാപിച്ച വൈജയന്തിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറി താമസിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ രോഹിത്തും ബബിതയും വൈജയന്തിക്കൊപ്പം ചെല്ലാനോ മാറി താമസിക്കാനോ തയ്യാറാകുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ സ്നേഹിച്ചിരുന്ന മക്കൾക്ക് പോലും തന്നെ വേണ്ടതായി. തൻ്റെ രോഹിമോനും ബബിതയും അവർക്കിത് എന്ത് പറ്റി? അവർ അഴിഞ്ഞാട്ടക്കാരിയുടെ പക്ഷം ചേർന്ന് ഇപ്പോൾ തന്നോട് വാദിക്കുന്നു. ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. വൈജ ആരാണെന്ന് അവർക്കറിയില്ല. കാണിച്ചു കൊടുക്കാൻ ഞാൻ എല്ലാത്തിനും എന്നൊക്കെ ആലോചിച്ച് സമനില തെറ്റിയ വൈജ കലിതുള്ളി ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് എത്താണ്. എനിക്കെൻ്റെ മക്കളെ വിട്ടുതരണമെന്ന് ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കാതെ സംയമനം പാലിച്ച് വൈജ പറയുന്നുണ്ട്. നിന്റെ മക്കളെ വിട്ടുതരാനോ? അതിന് ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. അവർ വരാൻ തയ്യാറാണെങ്കിൽ നീ കൊണ്ടുപോയിക്കോന്ന് പറയാണ് ബാലചന്ദ്രൻ. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അവർ വരാൻ തയ്യാറാണെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. ഇവിടെ നിനക്ക് താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേറെ പോയി താമസിച്ചോ. അതിനൊന്നും എനിക്ക് പരാതിയില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും അലീന ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അത് നീ വിചാരിച്ച കൂട്ടുന്ന രീതിയിലൊന്നുമല്ല. നിനക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും നിൻ്റെ മക്കൾക്കത് മനസ്സിലായി. അതാണിപ്പോൾ അവർ നിന്നെ അനുസരിക്കാത്തതും നിൻ്റെ കൂടെ വരാത്തതും. നീ നിൻ്റെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഈ മുറിയിൽ നിന്നും ഒന്ന് ഇറങ്ങിത്തന്നാൽ ഉപകാരമായിരിക്കുമെന്ന് പറയാണ് ബാലചന്ദ്രൻ. അല്ലെങ്കിലും ഞാനിവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല. നിങ്ങളുടെ കല്യാണാലോചന വന്നപ്പോൾ തന്നെ എനിക്കത് വേണ്ട എന്ന് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞതാണ്. പക്ഷേ എല്ലാവരും കൂടി നിങ്ങളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഈ പറച്ചിലൊന്നും ബാലചന്ദ്രന് ഒട്ടും പിടിക്കുന്നില്ല. ബാലചന്ദ്രന് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ബന്ധമാണ് താനുമായിട്ടുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കലിതുള്ളാണ് വൈജ. നിർത്തടി നിൻ്റെ പുരാണം പറച്ചിൽ. നീ ആരാണെന്ന് നിൻ്റെ വിചാരം എന്നൊക്കെ ബാലചന്ദ്രൻ വൈജയുടെ മുഖമടച്ച് ഒരടി കൊടുക്കുന്നത് പോലെ പറയുന്നുണ്ട്. വൈജയന്തിയുടെ തല താഴ്ന്നു പോവുകയാണ് അത് കേട്ട്. കാരണം ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം വൈജ പ്രതീക്ഷിക്കുന്നില്ല. നീയും നിൻ്റെ ആൾക്കാരും വലിയ കൊമ്പത്തെ ആൾക്കാരാണെന്നാണോ നിൻ്റെ വിചാരം? നിന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. പക്ഷേ ആ ഇഷ്ടമൊക്കെ തല്ലി തകർക്കുകയാണ് നീ ചെയ്തേ. മറ്റൊരാളെ പ്രണയിച്ച് അയാളുടെ കൂടെ കഴിഞ്ഞവളല്ലേടി നീ. മറ്റൊരാളുടെ വിഴുപ്പാണ് ഞാൻ ചുമക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ കേട്ട് എന്ത് പറയണമെന്നറിയാതെ പരുങ്ങാൻ തുടങ്ങുകയാണ് വൈജ. ഇതൊക്കെ ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു ഞെട്ടലുമുണ്ട് കേട്ടോ വൈജയ്ക്ക്. പക്ഷേ അവരതൊന്നും പുറത്തു കാട്ടുന്നില്ല. നീയും നിൻ്റെ ആങ്ങളമാരും ഒക്കെ ചേർന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ചതിക്കുകയായിരുന്നു. നിന്നെ മാത്രം മനസ്സിലിട്ട് നടന്ന് എന്നെപ്പോലും നീ ചതിച്ചില്ലേ? ആഗ്ര പോലെ ഒരു സ്ഥലത്ത് വ്യഭിചരിച്ച് നടന്നവളല്ലേ നീ? എന്നെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമല്ലേടി ശരിക്കും? അതിനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഇപ്പം നീയും നിൻ്റെ കുടുംബക്കാരും വലിയവർ, ഞങ്ങൾ താഴ്ന്ന ആറുകളല്ലേ? നിൻ്റെ മുൻപിൽ ഓച്ചാനിച്ച് എന്നും ബാലചന്ദ്രൻ നിൽക്കുമെന്ന് കരുതിയോടി നീ? ഇനി ഈ വീട്ടിൽ ബാലചന്ദ്രൻ്റെ തീരുമാനമേ നടക്കൂ. ബാലചന്ദ്രൻ പറയും, നീ അനുസരിക്കും. നിനക്കത് അംഗീകരിക്കാൻ വയ്യെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം. ഇനി നീ ഒരിക്കലും എൻ്റെ ഭാര്യയാകില്ല. ഞാൻ നിൻ്റെ ഭർത്താവും. നീ ഡിവോഴ്സ് ചെയ്യാൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുവോ അന്ന് ഈ കാര്യം ഞാൻ പബ്ലിക്കാക്കും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കുകയാണ് ഞാൻ. എൻ്റെ മെക്കെട്ടുകാരൻ വന്നാൽ വൈജയെ നെടുമ്പുരിക്കൽ ബാലചന്ദ്രൻ്റെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ. മറ്റൊരു മുഖം കൂടി നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാതെ എങ്ങനെ നിലനിൽക്കണമെന്ന് നീ ചിന്തിച്ചോ? ഇനിയും ഈ കുടുംബത്തിനെയും അലീനയെയും ചവിട്ടി താഴ്ത്തുകയോ മറ്റോ ആണ് നീ ചിന്തിച്ചിരിക്കുന്നത് എങ്കിൽ എനിക്കും പലതും പലരുടെയും മുന്നിൽ പറയേണ്ടി വരും. ഈ സത്യങ്ങളൊക്കെ നിൻ്റെ ആങ്ങളമാർക്കറിയാം. അതവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നതും നിന്നെ ഇവിടെ കൊണ്ടാക്കിയതും. നിൻ്റെ മക്കളെങ്കിലും നീ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് അറിയാതിരിക്കട്ടെ. അവരും ആ പാത പിന്തുടരുന്നതിൽ നിനക്കത് തടയാൻ പറ്റില്ല. അലീന ആരാണെന്ന് മനസ്സിലാക്കിയാൽ നീ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. നിൻ്റെ അഹങ്കാരം എടുത്തു കളഞ്ഞ് ഒരു സ്ത്രീയെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങും. മക്കളെയൊക്കെ ചേർത്ത് പിടിക്കുക. അങ്ങനെയെങ്കിലും ചെയ്ത പാപങ്ങൾ മാറട്ടെ. കടന്നുപോയി എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയെ ആട്ടിവിടുകയാണ് ബാലചന്ദ്രൻ. ഒന്നും മിണ്ടാനാകാതെ ഒരു മരവിപ്പോടെ വൈജ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങാണ്. ബാലചന്ദ്രൻ അതിശക്തിയായി വാതിലടിക്കുന്നുണ്ട്. 23 വർഷം ബാലചന്ദ്രൻ അറിയരുതെന്ന് വിചാരിച്ചിത് അറിഞ്ഞിരിക്കുന്നു. വൈജയുടെ കാലുകളൊക്കെ ഇടറുന്നുണ്ട്. ഇനി ഞാൻ എന്തു ചെയ്യും? ആരോട് പറയും തൻ്റെ മനസ്സിലെ വിങ്ങൽ? ഇനി എങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കും? ഇത്രയും കാലം അഹങ്കാരത്തോടെ നടന്നിരുന്ന താനിപ്പോൾ ഒന്നുമല്ലാതായി പോയി. തൻ്റെ മക്കൾ ഇതറിഞ്ഞാൽ തന്നെ വെറുക്കില്ലേ എന്നൊക്കെ ചിന്തിച്ച് ആകെ വിരളി പിടിച്ച മനസ്സോടെ ഇരിക്കുകയാണ് തൻ്റെ മുറിയിൽ വൈജ.